നമസ്കാരം. പടക്കളം എന്ന സിനിമ കണ്ടു. മനു സ്വരാജ് സംവിധാനം ചെയ്ത ഷറഫുദ്ദീൻ, സുരാജ് വെഞ്ഞാറമൂട് എന്നിവരെ കേന്ദ്ര കഥാപാത്രങ്ങൾ എടുത്തിയ സിനിമ വളരെ ഫണ്ണായിട്ടുള്ളൊരു മൂവിയായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. വളരെ യുണീക്കായിട്ടുള്ളൊരു ത്രെഡാണ് സിനിമയുടെ. അപ്പോൾ അത് അപ്രിഷ്യേറ്റ് ചെയ്യേണ്ട കാര്യമാണ്. ഈ സിനിമയുടെ സ്റ്റോറിയിൽ കുറച്ച് പാരനോർമൽ ആയിട്ടുള്ള ആക്ടിവിറ്റീസ് വരുന്നുണ്ട്. ഈ പാരനോർമൽ ആയിട്ടുള്ള സംഭവങ്ങൾ നമ്മളുമായിട്ട് കണക്ട് ആയിക്കഴിഞ്ഞാൽ കണ്ടിരിക്കാനായിട്ട് ഭയങ്കര രസമാണ്. അതിലൊരു പരിധി വരെ ഈ സിനിമ വിജയിച്ചിട്ടുണ്ട്. ഇതിൻ്റെ സ്ക്രിപ്റ്റ് റൈറ്ററും ഡയറക്ടറും വിജയിച്ചിട്ടുണ്ട്. പൂർണ്ണമായിട്ടും വിജയിച്ചിട്ടുണ്ട് എന്ന് പറയാതിരിക്കാൻ ഞാൻ കാരണം, ഇതിനകത്ത് ഷറഫുദ്ദീൻ്റെ ക്യാരക്ടറിൻ്റെ സ്വഭാവത്തിനകത്ത് കുറച്ച് വ്യക്തത ഈ സിനിമയ്ക്കകത്ത് ഇങ്ങനെ തന്നെ വരുത്തുന്നില്ല. അദ്ദേഹം എന്തുകൊണ്ട് അങ്ങനെ ആയി ഇതിനകത്തൊരു കൺവിൻസിംഗ് ആയിട്ടുള്ള ഒരു ആൻസർ ഇല്ല. ഒരു കോളേജ് ലൈഫിൻ്റെ പശ്ചാത്തലത്തിലാണ് സിനിമ കഥ പറഞ്ഞ് മുന്നോട്ട് പോകുന്നത്. പക്ഷേ ഇതിനകത്ത് മറ്റേ വാഴയ്ക്കകത്ത് കാണിക്കുന്ന പോലെ ഈ പറയുന്ന ഡീപ്പായിട്ട് അതിലേക്ക് ഇറങ്ങി ചെന്നുകൊണ്ടുള്ള കഥ പറച്ചിലൊന്നുമില്ല. ബേസിക്കലി ജുമാൻജി പോലുള്ളൊരു ജുമാൻജിയാണോ പകടയാണോ അങ്ങനത്തെ എന്തോ ഒരു ഡൈസ് വെച്ചിട്ടുള്ള ഗെയിമിൻ്റെ പശ്ചാത്തലത്തിലാണ് ഈ സിനിമ മുന്നോട്ട് പോകുന്നത്. അപ്പോൾ അതിനകത്ത് എടുത്തു പറയേണ്ടത് VFX വർക്കാണ്. പ്രത്യേകിച്ച് ഈ ജുമാൻജിയുടെ ഈ കരുക്കൾ നീങ്ങുമ്പോൾ ഉള്ള ഒരു VFXും പിന്നെ ആളുകൾ തമ്മിൽ സ്വാപ്പ് ചെയ്യുമ്പോഴുള്ള VFX വർക്ക് കിടലായിരുന്നു. കുറേയൊക്കെ നോൺ ഫേസ് ആയിട്ട് നമുക്ക് പറയാൻ പറ്റുന്നത് സുരാജ് വെഞ്ഞാറമൂടിനെയും ഷറഫുദ്ദീനെയും മാത്രമേ ഉള്ളൂ. അവർ രണ്ടും നല്ലതായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. അവർ എക്സ്പീരിയൻസ് ആയിട്ടുള്ള ആക്ടേഴ്സാണ്. അതിൻ്റെ കൂടെ തന്നെ ഈ പയ്യന്മാരും അവരും അവരുടെ റോള് പെർഫെക്റ്റ് ആയിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. നായികയായിട്ട് നിരഞ്ജന അനൂപിനെ കൊണ്ടുവന്നിട്ടുണ്ട്. നിരഞ്ജന അനൂപ് പിന്നെ വേണമെന്നില്ല, ഇതിനകത്തൊരു നായിക പ്രാധാന്യം വരുത്തുന്ന സ്റ്റോറിയാണ്. അവരുണ്ടെങ്കിലും ഇല്ലെങ്കിലും അത് സിനിമ ആസ്വാദനത്തെ ബാധിക്കുന്ന കാര്യമേ അല്ല. മ്യൂസിക്കും ഒരു ഓക്കെ എന്നുള്ളൊരു ഫീലിംഗ് മാത്രമേ എനിക്ക് സമ്മാനിച്ചിട്ടുള്ളൂ. മൊത്തത്തിൽ സർട്ടിഫൈഡ് ആണ്. അപ്പോൾ അങ്ങനെ റെസ്ട്രിക്ഷൻസ് ഒന്നുമില്ല. ആർക്ക് വേണമെങ്കിലും പോയി ധൈര്യമായിട്ട് പോയി കാണാം. വളരെ ഫണ്ണായിട്ടുള്ള, അധികമൊന്നും ആലോചിക്കേണ്ടി വരാത്ത ഒരു ഫണ്ണായിട്ടിരുന്ന് കണ്ട് രസിച്ച് വരാൻ പറ്റുന്ന ഒരു സിനിമയായിട്ടാണ് പടക്കളം എനിക്ക് പേഴ്സണലി തോന്നിയിട്ടുള്ളത്.